ഹലോ, ഇന്ന് ഈവനിങ് സ്നാക്ക് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. സാധാരണ സ്നാക്കിൻ്റെ ഒപ്പം തന്നെയാണ് ചായയും ചെയ്യാറ്. പക്ഷേ സാൻഡ്വിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ചായ പിന്നീടേ വെക്കാറുള്ളൂ. കാരണം സാൻഡ്വിച്ച് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ടെംപ്റ്റേഷനാണ്. കാരണം അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഗംഭീരമാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഒരു പോർഷൻ ചിക്കൻ ബ്രസ്റ്റ് പീസിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്ന് സോട്ട് ചെയ്ത് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ സോട്ട് ചെയ്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെള്ളം പറ്റിച്ചെടുക്കണം. ഒരു മിക്സി ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് 2 നുള്ളു പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ഒപ്പം കുറച്ച് മസ്റ്റർഡ് സോസിൽ കടുകുണ്ട് വെളുത്തുള്ളിയുണ്ട്. അപ്പോൾ സെപ്പറേറ്റായിട്ട് നമുക്ക് വേറെ എടുക്കണ്ട. ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇടയ്ക്ക് നമ്മുടെ ചിക്കനൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോഴിമുട്ട ബീറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. കട്ടി വരുന്നത് ആ ഒരു പരുവത്തിലാകുന്നത് വരെ. കട്ടി കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത് കണക്ക്. ഇനി നമ്മുടെ ഈ മയോണൈസ് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 3 പച്ചമുളകും 2 തണ്ട് പുതിനയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ട ബോയിൽ ചെയ്ത് അതും ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ചെയ്തതാണ്. അതും ഒന്ന് ക്രഷ് ചെയ്ത് നമ്മുടെ ചിക്കൻ പൊടിയായി അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഈ മിക്സ്ചറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിൽ വെക്കാനുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് ബ്രെഡൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബട്ടർ തേക്കാൻ എളുപ്പമാവും. ഇതിൽ കുറച്ച് ബട്ടർ തേച്ച് നമ്മുടെ ഫില്ലിങ്ങും വെച്ച് ഒരു ബ്രെഡ് വെച്ച് ക്ലോസ് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എൻജോയ്.